എല്ലാവർക്കും നമസ്കാരം. ഈ അവിലിനെ ഒരു മൂലക്കിട്ടിട്ട് അവിലിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഓട്സിനെയും അതുപോലെ കോൺഫ്ലെക്സിനെയൊക്കെ പ്രതിഷ്ഠിച്ച നാടാണ് നമ്മുടെ. ഒന്നും മോശമാണെന്ന് പറയുന്നില്ല. ഇത് എല്ലാ ഫിസിക്കൽ എക്സസൈസുകളും നമുക്ക് വേണം എന്ന് കരുതി യോഗ പണ്ടത്തെ ഋഷിമാര് അവർക്ക് ഒരു പണിയില്ലാതെ മലമുകളിൽ പോയിരുന്ന് ധ്യാനിച്ചിരുന്നപ്പോ അവരുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ അവർക്കൊരു സ്ട്രെച്ചിങ് വേണമെന്ന് തോന്നി ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു ഗോഷ്ഠി അല്ലെങ്കിൽ എന്തോ ഒരു കോപ്രായമാണ് നമ്മുടെ യോഗാസനങ്ങൾ എന്ന് പറഞ്ഞ് യോഗയെ ധിക്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതൊന്നുമല്ല യോഗ അതുപോലെ തന്നെ ആയുർവേദം, ഇത് രണ്ടും നമ്മുടെ വേദങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അങ്ങനെ മുനിമാർക്ക് വെറുതെ ഇരുന്ന് ശരീരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സംഭവങ്ങളായിരുന്നെങ്കിൽ ഇതിനൊരിക്കലും അനാട്ടമിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ഇത്രയും അധികം ബെനിഫിറ്റുകൾ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഓരോ അസുഖങ്ങൾക്ക് പോലും നമുക്കിന്ന് യോഗ തെറാപ്പി ഉണ്ട് അല്ലെ. നമ്മൾ എന്തിനു പോവാറുണ്ട്? ഫിസിക്കൽ എക്സസൈസുകൾ, ഫിസിയോതെറാപ്പിക്ക് പോവാറുണ്ട് അല്ലെ. അതേപോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് യോഗ തെറാപ്പി. ഒരു ഓർഗന്റെ അസുഖം മാറ്റാൻ നമുക്ക് ആ ഓർഗനെ പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള യോഗാസനങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ള വളരെ ആർഷഭാരത സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന നമ്മുടെ വേദങ്ങളിൽ നിന്ന് പുരാണങ്ങളിൽ നിന്നും വന്ന യോഗയെ തള്ളി പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തള്ളി പറയാൻ വേണ്ടി ഒരു നാവ് ഉച്ചരിക്കുന്നതിന് മുൻപേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ വരട്ടെ. താങ്ക് യു.